പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ല, പ്രതീക്ഷിച്ച വഴികൾ അടയുന്നു, കണ്ണീരോടും ചോദ്യങ്ങളോടും കൂടി നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വരുന്നു. റോമർ 8:28 ദൈവം നമുക്കായി ഓർമ്മിപ്പിക്കുന്ന ദൈവവചനമാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഹൃദയസ്പർശിയായ കഥ ജീവിതത്തിലെ കഷ്ടതകൾ പോലും ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹമായി മാറുന്നത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെയോ നിരാശയിലൂടെയോ കാത്തിരിപ്പിലൂടെയോ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ കാണുക, കാരണം ഈ കഥ നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് ഈ അനുഗ്രഹീതമായ കഥയിലേക്ക് കടക്കാം. സകലവും നന്മയ്ക്കായി. ഒരിടത്ത് ടോൺ എന്ന് പറയുന്ന ഒരു +2 വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ ദൈവഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകനായിരുന്നു. ടോണും സഹോദരനും സ്കൂളിൽ പോകുന്നതിനു മുൻപ് മാതാപിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. എവിടെ പോയാലും അവൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ. അന്നും തൻ്റെ ഇരുചക്രവാഹനം പതിവ് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ടോൺ സ്കൂളിലേക്ക് പോയി. വൈകുന്നേരം വണ്ടിയെടുക്കാൻ വന്നപ്പോൾ അനധികൃത സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിനാൽ പിഴ അടയ്ക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. ആ തുക അവന് ഒരു പ്രശ്നമില്ലെങ്കിലും അത് അവന് അപമാനമായി തോന്നി. അവിടെ പാർക്ക് ചെയ്യുവാൻ പാടില്ല എന്ന അറിയിപ്പ് ഇല്ലായിരുന്നു. ടോൺ പിഴ അടച്ചെങ്കിലും അവന് കോപവും സങ്കടവും വന്നു. ഇനി മേലാൽ താൻ അവിടെ വണ്ടി വയ്ക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവൻ മറ്റൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുവാൻ തുടങ്ങി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞു. കനത്ത മഴയും കാറ്റും ഭയാനകമായ അന്തരീക്ഷം. സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ നെഞ്ചി പിളർക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടു. ഒരാഴ്ച മുൻപ് വരെ താൻ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു കൂറ്റൻ മരം വീണ് കിടക്കുന്നു. ആ സ്ഥലത്ത് കിടന്നിരുന്ന എല്ലാ വണ്ടികളും നുറുങ്ങിപ്പോയത് കണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു. എത്ര വലിയ ആപത്തിൽ നിന്നാണ് ദൈവം തന്നെ രക്ഷിച്ചത് എന്ന് അവൻ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചു. അതിനുവേണ്ടിയാണ് തനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അവൻ ഗ്രഹിച്ചു. പെട്ടെന്നൊരു വചനം അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ വീട്ടിലെത്തുന്നത് വരെയും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല. നമുക്ക് പല കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും വന്നപ്പോൾ പലപ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയാത്ത നാം ദൈവത്തോട് പെറുത്തിട്ടില്ലേ? ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് തിന്മ ഭവിക്കാതിരിക്കുവാൻ നമ്മുടെ വഴിയിൽ നടത്താതെ ദൈവത്തിന് ഇഷ്ടമുള്ള ദിശയിലേക്ക് നമ്മെ തിരിച്ചു വിട്ടപ്പോൾ നമുക്ക് വേദന തോന്നിയിട്ടില്ലേ? തൽക്കാലം ദുഃഖകരമായി തോന്നിയ ആ സംഭവങ്ങൾ പിന്നീട് നമുക്ക് നന്മയ്ക്കായി മാറിയപ്പോൾ മാത്രമാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞത്. നമുക്ക് ദോഷം സംഭവിക്കാതിരിക്കുവാൻ നമ്മുടെ മുൻപും പിൻപും അടച്ച് ദൈവം നമ്മെ സൂക്ഷിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നാം ആവലാതി പറഞ്ഞിട്ടില്ലേ? എന്നാൽ നിത്യതയിൽ നാം അവരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. പരന്ത് കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ വരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം തള്ളക്കോഴി പുറപ്പെടുവിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് അമ്മയുടെ ചിറകിനടിയിൽ അഭയം പ്രാപിക്കും. അല്പനേരത്തേക്ക് മാത്രമാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതും ചൂടും ഇരുട്ടും സഹിക്കേണ്ടി വരുന്നതും അവരുടെ നന്മയ്ക്കാണെന്ന് ആ കുഞ്ഞുങ്ങൾ ഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മുടെ പല വഴികളും അടയ്ക്കുന്നതും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിപ്പിച്ച് തരാത്തതും നമ്മുടെ നന്മയ്ക്കാണെന്ന് നാം ഗ്രഹിക്കണം. നമുക്കൊരു ദോഷവും വരാതിരിക്കുവാൻ ഒരു കാവൽക്കാരനെ പോലെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാവും. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുവദിക്കുന്ന സകല കാര്യങ്ങൾക്കും ദൈവം ഉത്തരം പറയണമെന്ന് നാം നിർബന്ധം പിടിക്കരുത്. ഓരോ ദിവസവും നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് പഠിക്കാം. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്നാണ് യോഹന്നാൻ സുവിശേഷം 13:7 യേശു തന്നെ പറയുന്നത്. അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം എന്ന ആവർത്തന പുസ്തകം 32:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നടത്തുന്ന വഴികളിൽ അവൻ്റെ വചനപ്രകാരം നടക്കുവാൻ അവൻ്റെ കൃപ പ്രാപിക്കുക. പ്രിയരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ സത്യമാണ്. ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. ജീവിതത്തിൽ വരുന്ന പരീക്ഷകളും കണ്ണീരും കാത്തിരിപ്പുകളും വെറുതെയല്ല. ദൈവം അനുവദിക്കുന്ന ഓരോ സാഹചര്യത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് വേദനയായി തോന്നുന്നത് നാളെ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായി മാറാം. അതുകൊണ്ട് നിരാശപ്പെടരുത്, വിശ്വാസം കൈവിടരുത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും തന്നെ മക്കളെ മറക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവരും സകലവും നന്മയ്ക്കായി കൂടി വരുന്നുവല്ലോ. ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.